ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടോപ്പിക്ക് ഒരു ബർത്ത്ഡേ വിഷസ് ഗ്രീറ്റിംഗ് കാർഡാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് വിഷ് ചെയ്യുന്നതിനൊപ്പം ഒരു ബർത്ത്ഡേ ഗ്രീറ്റിംഗ് കാർഡും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എത്ര ഹാപ്പി ആകും. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. കുറഞ്ഞ ആക്സസറീസ് കൊണ്ട് എങ്ങനെ ഒരു കാർഡ് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തമായിട്ടൊന്ന് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ വീഡിയോ. നമ്മൾ ഈ കാർഡ് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറിലെ ചാർട്ട് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ആ ചാർട്ട് പേപ്പറിനെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. അതിൻ്റെ ഒരു ഭാഗത്ത് പിങ്ക് കളറിലെ ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മെഷർമെൻറ്റൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് പേജിലൊന്ന് നമുക്കൊരു എസ് ആകൃതിയിലൊന്ന് എഴുതി കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ അതിനേക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ എഡ്ജസ്റ്റിൽ ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട്. അപ്പം അതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പേജിൽ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു വിഷസിന് നമ്മൾ എക്സ്ട്രാ എഴുതിയതാണ്. അതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അടുത്തൊരു മഞ്ഞ കളറിലെ ഒരു ഹാർട്ടും കൂടെ ഇവിടെ നിന്നൊരു ഭംഗിക്ക് ഒട്ടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് നമ്മുടെ പിങ്ക് പേജിൽ വിഷസ് എന്തെങ്കിലും എഴുതണമെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം. ഞാനിവിടെ ആദ്യം പെൻസിൽ വെച്ചൊന്ന് എഴുതുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ബ്രഷ് പെന്നോ അല്ലെങ്കിൽ മാർക്കർ പെന്നോ വെച്ചൊന്ന് എഴുതി ഭംഗിയായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇച്ചിരി കൂടെ നല്ല തിക്നെസ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് അത് കാണും. അപ്പോൾ നമ്മളതെല്ലാം എഴുതി എടുത്തിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കാർഡ്. അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തമായിട്ട് കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.